വെൽക്കം ബാക്ക്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് റിലേറ്റഡ് ടു ഭാരത് സ്പോർട്സ് ക്ലബ് പ്രിപ്പയർ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിംഗ് 31 മാർച്ച് 2024. ഇവിടെ നമുക്ക് കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. ഈ ഐറ്റംസിൽ നമുക്ക് ഓരോന്ന് നോക്കാം എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്നുള്ളത്. അതിന്റെ മുന്നേ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ട്. അതിൽ നമുക്കറിയാം ഒരു സൈഡ് റെസിപ്റ്റ് ആയിരിക്കും, മറ്റേ സൈഡിൽ പേയ്മെന്റ് ആയിരിക്കും. അതിന്റെ ഓപ്പൺ ചെയ്യുന്നത് ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസോട് കൂടിയാണ് അത് ഓപ്പൺ ചെയ്യുക. അതുപോലെ തന്നെ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസിന്റെ ക്ലോസിംഗ് ബാലൻസും നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നു. എല്ലാ ക്യാഷ് റെസിപ്റ്റുകളും നമ്മൾ റെസിപ്റ്റ് സൈഡിൽ എൻ്റർ ചെയ്യുന്നു. അതുപോലെ എല്ലാ ക്യാഷ് പേയ്മെന്റുകൾ പേയ്മെന്റ് സൈഡിൽ എൻ്റർ ചെയ്യുന്നു. ഇതിൽ റെസിപ്റ്റിന്റെയും പേയ്മെന്റിന്റെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല, എല്ലാം ക്യാഷ് ട്രാൻസാക്ഷൻസ് ആയിരിക്കും. അതുപോലെ ഇറ്റ് മേ ബി റിലേറ്റഡ് ടു ദ കറന്റ് ഇയർ, പ്രീവിയസ് ഇയർ ഓർ നെക്സ്റ്റ് ഇയർ. എന്തായാലും ഇപ്പൊ നമുക്ക് അവിടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ നമ്മൾ ഇതിൽ ചില ഐറ്റംസ് എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ കൺസിഡർ ചെയ്യേണ്ടാത്ത ഐറ്റംസ് ഉണ്ട്. അതായത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അൺഏൺഡ് ഇൻകം, അക്രൂഡ് ഇൻകം പോലെയുള്ള ഐറ്റംസും, അതുപോലെ ഡിപ്രീസിയേഷൻ, ബാഡ് ഡെറ്റ്സ് എക്സെട്ര ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും, അതായത് ക്യാഷ് റിലേറ്റഡ് അല്ലാത്ത ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, നമുക്കിനി ഓരോ ഐറ്റംസും ഒന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആൻഡ് ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ്. ഇത് രണ്ടും നമ്മൾ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പം, അതായത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് ഐറ്റംസ് എഴുതുന്നതാണ്. ഇനി subscriptions collected for 2022, 23, 23, 24 and 24, 25. ഈ സബ്സ്ക്രിപ്ഷൻസ് എല്ലാം ക്യാഷ് റെസിപ്റ്റ് ആണ്. ക്യാഷ് റെസിപ്റ്റ് നമ്മൾ റെസിപ്റ്റ് ആയിട്ട് എൻറ്റർ ചെയ്യുന്നു. ദെൻ സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ്സ് റെസിപ്റ്റ് ആണ്. എൻട്രൻസ് ഫീ റെസിപ്റ്റ് ആണ്. ഫർണിച്ചർ പർച്ചേസ്ഡ് ഒരു എക്സ്പെൻസ് ആണ്, അതായത് അതൊരു പേയ്മെന്റ് ആണ്. ദെൻ ഓഫീസ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, അതായത് പേയ്മെന്റ് ആണ്. ദെൻ സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ, ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽസ്, അത് റെസിപ്റ്റ് ആണ്. അതുപോലെ ഡൊണേഷൻ റിസീവ്ഡ് റെസിപ്റ്റ് ആണ്. റെന്റ് പെയ്ഡ് എന്ന് പറയുന്നത് പേയ്മെന്റ് ആണ്. സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്ഡ് പേയ്മെന്റ് ആണ്. പർച്ചേസ് ഓഫ് റിഫ്രഷ്മെന്റ്സ് പേയ്മെന്റ് ആണ്. എക്സ്പെൻസസ് ഫോർ മെയിൻ്റനൻസ് പേയ്മെന്റ് ആണ്. സാലറി പെയ്ഡ് പേയ്മെന്റ് ആണ്. ടൂർണമെന്റ് എക്സ്പെൻസസ് പേയ്മെന്റ് ആണ്. ഡിപ്രീസിയേഷൻ പ്രൊവൈഡഡ് ഡ്യൂറിംഗ് ദി ഇയർ, it will not be considered. അതിന്റെ ആവശ്യമില്ല. ഡിപ്രീസിയേഷൻ ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് ക്യാഷ് ട്രാൻസാക്ഷൻ, സോ ഇതിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നു. ദെൻ ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ്. ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് മാത്രമേ തന്നിട്ടുള്ളൂ, ബാങ്ക് ബാലൻസ് തന്നിട്ടില്ല. സോ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പം ഇതിന്റെ ബാലൻസ് ഫിഗർ ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ബാങ്ക് ബാലൻസ് ആയിരിക്കും. അപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ക്ലോസിംഗ് ബാങ്ക് ബാലൻസ് ആയിട്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നു. ഇൻ കേസ് അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അപ്പോൾ അതിന് നമ്മൾ ഡെബിറ്റ് സൈഡിൽ ആണ് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള പെർട്ടിക്കുലർ ഐറ്റംസിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. ഇനി നമ്മൾ എങ്ങനെയാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് നോക്കാം. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് രണ്ട് സൈഡാണുള്ളത്. എമൗണ്ട് കോളംസും കൊടുക്കുന്നു. റെസിപ്റ്റ് സൈഡ് നമ്മൾ എപ്പോഴും ഡെബിറ്റ് സൈഡിലും, പേയ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലുമാണ് കാണിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, ഇത് ഓപ്പൺ ചെയ്യുക, അതായത് ഇതിന്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. സോ നമുക്ക് ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഇതിന്റെ എമൗണ്ട് വരുന്നത് to balance draw down, ക്യാഷ് ബാലൻസ് ആൻഡ് ബാങ്ക് ബാലൻസ് നമ്മൾ എഴുതുന്നു. ക്യാഷ് ബാലൻസ് വരുന്നത് 500 രൂപയാണ്. ബാങ്ക് ബാലൻസ് വരുന്നത് 3600 ആണ്.
600 ഓക്കെ. ദെൻ പിന്നെ വരുന്ന ഐറ്റംസ് നോക്കാം. റെസിപ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് സബ്സ്ക്രിപ്ഷൻസ് നമുക്ക് 3 വർഷത്തെ തന്നിട്ടുണ്ട്. അത് കറന്റ് ഇയറിലെ പ്രീവിയസ് ഇയറിലെ എല്ലാം കൂടെ കൂട്ടിയിട്ട് അതിന് നമ്മൾ ടോട്ടൽ എമൗണ്ട് ഇവിടെ കാണിക്കുക. നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് ഇയർ വൈസ് കാണിച്ചോളൂ. ദെൻ സെയിൽ ഓഫ് റീഫ്രഷ്മെന്റ്സ് എന്ന് പറയുന്നത് 500 രൂപയാണ്. ദെൻ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 500 രൂപയാണ്. ദെൻ ഫർണിച്ചർ പർച്ചേസ്ഡ് ആണ് അടുത്ത ഐറ്റം. ഫർണിച്ചർ പർച്ചേസ്ഡ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. സോ അതിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു 750. ദെൻ ഓഫീസ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് അതും ഒരു എക്സ്പെൻസ് ആണ്. അതിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. ദെൻ സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇൻകം ആണ്. ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 600 രൂപയാണ്. അത് നമുക്ക് റെസിപ്റ്റ് സൈഡിൽ എൻ്റർ ചെയ്യുന്നു. ഡൊണേഷൻ നമ്മൾ റിസീവ് ചെയ്യുന്നത് ഇൻകം ആണ്. അത് 2300 രൂപയാണ്. ദെൻ റെന്റ് പെയ്ഡ് എന്ന് പറയുന്നത് 1500 ആണ്. അത് പേയ്മെന്റിൽ എൻ്റർ ചെയ്യുന്നു. ദെൻ സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്ഡ് 2400 രൂപയാണ്. ദെൻ പർച്ചേസ് ഓഫ് റീഫ്രഷ്മെന്റ്സ് വരുന്നത് 300 രൂപയാണ്. ദെൻ എക്സ്പെൻസസ് ഫോർ മെയിൻ്റനൻസ് അത് 1000 രൂപയാണ്. ദെൻ സാലറി പെയ്ഡ് എന്ന് പറയുന്നത് 1250 രൂപയാണ്. ദെൻ ടൂർണമെന്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് 1200 രൂപയാണ്. ദെൻ ഡിപ്രീസിയേഷൻ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. സോ ഇത്രയും ഐറ്റംസ് ആണുള്ളത്. അപ്പൊ ഇതിൽ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ടോട്ടൽ ഇനി ഇവിടെ വരുന്ന ഒരു ബാലൻസ് ഐറ്റം എന്ന് പറയുന്നത് എന്താണ്? ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ബാലൻസും ഉണ്ടാകും, ബാങ്ക് ബാലൻസും ഉണ്ടാകും. ഇതിൽ ക്യാഷ് ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് ക്യാഷ് ബാലൻസ്? 200 രൂപയാണ്. അപ്പോൾ ഇനി ബാലൻസ് വരുന്നത് ഒന്നുകിൽ ബാങ്ക് ബാലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് എന്തായിരിക്കും? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും. നെഗറ്റീവ് ഫിഗർ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഈ സൈഡിൽ ഡെബിറ്റ് സൈഡിൽ കുറവും ക്രെഡിറ്റ് സൈഡിൽ കൂടുതലും ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും. അതേസമയം ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റുകൾ കൂടുതലും പേയ്മെന്റുകൾ കുറവും ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ബാങ്ക് ബാലൻസ് ആയിരിക്കും. നമുക്കൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കി നോക്കാം എത്രയാണ് ടോട്ടൽ വരുന്നത് എന്നുള്ളത്. സോ ഈ ഒരു സൈഡ് നമ്മൾ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് എത്രയാണ്? 12500 രൂപയാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് 9200 rupees ആണ്. അതായത് 9200 rupees ആണ് നമുക്ക് ഈ പേയ്മെന്റ് സൈഡിൽ കിട്ടുന്നത്. അതിന്റെ അർത്ഥം റെസിപ്റ്റ് ആണ് പേയ്മെന്റിനേക്കാളും കൂടുതലായിട്ട് വരുന്നത്. അതായത് നമുക്ക് ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ഫിഗർ ആണ്. സോ നമ്മൾ ഈ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഇവിടെ അല്ല എഴുതേണ്ടത്. നമുക്ക് ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ തന്നെയാണ് കാണിക്കേണ്ടത്. സോ ഇവിടെ ബാലൻസ് ഫിഗർ വരുന്നത് 3300 രൂപയായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ടോട്ടൽ ചെയ്യുക 12500. ഓക്കെ, സോ ഇങ്ങനെയാണ് റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഈ ടൈപ്പ് പ്രോബ്ലംസ് ഇങ്ങനെയാണ് ചെയ്യുക. ഓക്കെ.